നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിപ്പോ നമ്മൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. പക്ഷെ ഭാഗ്യം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. നാളെ അവളെ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ട് പോയാ ഇതുപോലെ അവള് രക്ഷപ്പെട്ടില്ലെങ്കിലോ? അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാന്നുള്ളതിന് തെളിവെന്നാ? അവളെ അവന്മാര് തുറന്നു വിട്ടതാണെങ്കിലോ? എന്നത്തിന്? അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് താൻ നേരായ വഴിക്ക് ആലോചിക്കുന്നുണ്ടാ. എടോ, ഏത് കാര്യം കാണുമ്പോഴും നമ്മൾ അതിന്റെ മറുവശവും കൂടി ചിന്തിക്കണം. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇവക്ക് പറ്റിയല്ലോ എന്ന് അവള് പറഞ്ഞു. നമ്മളത് വിശ്വസിക്കുന്നതായി അഭിനയിച്ചു. ഇനി സത്യം എന്തെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അല്ല, അപ്പൊ പിന്നെ ഇവിടെ വന്ന് അവളെ തട്ടിക്കൊണ്ട് പോയതോ? അതല്ലേ പറഞ്ഞത്, കണ്ണുകൊണ്ട് കണ്ടതുപോലും സത്യമാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം പഴയകാലമൊന്നുമല്ല, ലോകം ഒരുപാട് മാറിയിടോ. ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് മക്കളെ ചതിക്കുന്നു, മക്കള് അച്ഛനമ്മമാരെ ചതിക്കുന്നു, ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് നാട്ടുകാരെ ചതിക്കുന്നു. ചതി 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 മാത്രം. ആരെ എപ്പോ ആരെ ചതിക്കുമെന്ന് കർത്താവ് തമ്പുരാനെ പോലും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. നന്നായി ആലോചിച്ച് അന്വേഷിച്ച് മാത്രം എല്ലാ കാര്യത്തിനും നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. അച്ഛൻ എന്നൊക്കെ പറയുന്നേ? അച്ഛൻ വെറുവാക്ക് പറയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താമസിയാതെ തനിക്ക് മനസ്സിലാവും. അപ്പോ ഈ ജന്മം ആ പെണ്ണിനെ എനിക്കും എന്റെ തോട്ട അച്ഛനും കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം. വേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടും. നമ്മുടെ